നമ്മുടെ അച്ചാർ ഇങ്ങനെ കുറച്ച് എടുക്കുക. കുറച്ച് അച്ചാർ എടുത്തതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ പാൽക്കപ്പയിലിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം എൻ്റെ പൊന്ന് ഗായ്സേ, എൻ്റെ പൊന്ന് പാൽക്കപ്പേ, നിനക്ക് വേണ്ടിയുള്ള ആളിതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഗായ്സ്. ഒന്നുകൂടെ എടുത്ത് കാണിക്കാമ. ഇതാണ് ഗായ്സ് നമ്മുടെ ആ മീനച്ചാറാണ് ഗായ്സ് ഈ കാണുന്നത്. ഊഫ്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ. സാർ ഹോട്ടലിൽ ഷൂട്ടിങ്ങിന് വന്നാ ഞാൻ ആ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും വീട്ടിൽ നട്ട് വളർത്തിയത് പറിച്ച് കറിക്കകത്തിടുമ്പോൾ ഒരു സുഖം. ഞാൻ തിരുവിയ ആ അരമുറി തേങ്ങയാണ് ഗൈസ്. ഇത് മിക്സിയിൽ ജാറിനകത്ത് ഇട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്രയും. എന്നിട്ട് അതിനെ പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇത്രയും കട്ടിക്കും ഇത്രയും ക്വാണ്ടിറ്റിക്കും കിട്ടും ഈ ഒരു മൊന്തപ്പാൽ. ഈ ഉള്ളിയും പച്ചവളവും നമ്മുടെ മരച്ചീനിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇഞ്ചിയും ചതച്ചെടുക്കണം. ചൂരമീൻ അച്ചാറിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും. 2 കിലോ കപ്പയ്ക്ക് വേണ്ടി നമ്മൾ ചതച്ചെടുത്തതാണ്. ആ പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇവിടെ കപ്പയിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ. ചെറിയ ഉള്ളിയും വറ്റൽ മുളകും നമ്മൾ നേരത്തെ ഒടിച്ചെടുത്ത ആ കറിവേപ്പിലയും. നമുക്കിനി മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. ആദ്യം എന്താണ്? മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. ഓക്കെ. മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി. എത്ര മീനിനാണിത്? 1.5 കിലോ വരും. ഓക്കെ. വെക്കണതിന് മുമ്പേ മണം അടിച്ച് ഗൈസ് എത്തി ഗൈസ്. എന്താണ്? 1/2 സ്പൂൺ കുളുമുളക് പൊടി. ഉപ്പ് ആവശ്യത്തിന്. നാരങ്ങ 2ആയിട്ട് മുറിച്ചതിന് ശേഷം പിഴിഞ്ഞൊഴിക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്യുക ഗൈസ്. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. അമ്മ ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കാൻ പഠിച്ചത്? എടുത്ത് കലക്കടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവശ്യമുള്ള മരിച്ചിന് കഴുകി എടുക്കാം കേട്ടോ. നമ്മൾ 2 കിലോ മരിച്ചിനെയാണ് എടുത്തിട്ടുള്ളത്. തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളുടെ കഴുകി വെച്ചിരുന്ന കപ്പ എടുത്ത് ഇടുക. തിളയ്ക്കുമ്പോഴും ഇടാം, തിളയ്ക്കുന്നതിന് മുമ്പും വെച്ച് തിളപ്പിക്കാം, എന്ത് വേണോ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മളിവിടെ വെള്ളം തിളപ്പിച്ചതിന് ശേഷമാണ് ഇടുന്നത്. വെന്ത് ഇനി ഇതിനെ നമ്മൾ ഊറ്റി വെള്ളം മാറ്റുക. എടാ അത് വെച്ച് തീരട്ടടാ. ഊറ്റി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ് മരിച്ചിനി വരുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ഗൈസ്. ഊറ്റിയെടുത്തത് ശേഷം നമ്മൾ ആ തേങ്ങാപ്പാലിനെ 1/4 ഭാഗം ഒഴിക്കും. കുറച്ച് മാറ്റി വെച്ചേക്കും എന്നാണ് പറഞ്ഞത്. അതെന്തിനാണ്? അത് ലാസ്റ്റ് ചേർക്കാനാണ് ഗൈസ്. നമ്മൾ ചതച്ച് വെച്ച മറ്റേ ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി അതിനെ നമ്മൾ ഈ കപ്പയിലോട്ട് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇളക്കും. ഒരട്ടൈം ഇനി അതിൽ കിടന്നത് വേവണം. പാൽക്കപ്പ നമ്മൾ ഇടിച്ച് കുഴച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഗൈസ് അത് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതും ഇടും. നേരത്തെ ഉള്ളിയും വറ്റൽമുളകും മാറ്റി വെച്ചിരുന്നില്ലേ, അതിന് നമ്മൾ വഴറ്റിയെടുത്തിട്ട് ഈ പാൽക്കപ്പയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ.
ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ കറക്റ്റ് വെള്ള കളർ കിട്ടാനായിട്ട് അവരിങ്ങനെ അങ്ങ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഇത് ചെയ്യും, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. ഇതാണ് ഗൈസ് പാൽക്കപ്പ. തിളച്ച് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആ മീനെല്ലാം വറുത്ത് കോരി എടുത്ത് വെക്കുകയാണ്. ഇനിയാണ് നമ്മളുടെ മെയിൻ പരിപാടിയിലോട്ട് പോകാൻ. വറുത്ത് കോരിയ എണ്ണയിൽ തന്നെയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി ഇടുന്നു, വെളുത്തുള്ളി ഇടുന്നു, രണ്ടും കൂടെ നമ്മൾ വഴറ്റിയെടുക്കണം ഗൈസ്. ഇതിലിപ്പോൾ ഒരു ഫുള്ള് സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ നമ്മൾ ഇടാറാണ് പതിവ്. ഒരു 1.5 കിലോ മീനിന് ഒരു 1.5 to 2 സ്പൂൺ അല്ലേ, അതായത് ഫ്രൈ ചെയ്തതിന് കൂട്ടാതെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അമ്മ ഇത് മറ്റേ മൂപ്പിച്ചിടണം എന്തിനാണ്? അത് കറി വെക്കുമ്പോഴാണോ? ഓക്കെ. അപ്പോൾ അച്ചാറിടണമെന്ന് പറഞ്ഞാൽ വെച്ചിരിക്കാനാണ്, പക്ഷെ നമ്മൾ ആരും വെച്ചിരിക്കാറില്ല. അപ്പോഴേ തിന്ന് തീക്കാറാണ് പതിവ്. കായം പൊടിയാണ് ഗൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലർ മറ്റേ ബ്രിക്ക് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പൊടിയും ബ്രിക്കും തമ്മിൽ? ബ്രിക്ക് അലിഞ്ഞ് വരാൻ താമസം എടുക്കും ഗൈസ്, അതുകൊണ്ട് പൊടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും അത് സ്പൂൺ ഉപ്പ് അടുത്തിനി കുറച്ച് ഉപ്പ് നമ്മൾ ഇടുകയാണ്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യുന്നത് കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ, അപ്പോൾ അതിനുവേണ്ടി ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളടുത്ത് വിനാഗർ ഒഴിക്കുകയാണ്. അതൊരു കണക്കിനങ്ങ് ഒഴിക്കുന്നതാണ്. ഇതാ ഈ കാണുന്ന അളവിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പുളിയുടെ ആവശ്യത്തിനും പിന്നെ ഇത് വെച്ചിരിക്കാനായിട്ടാണെങ്കിൽ ഇത് ഒഴിക്കണമായിരിക്കും ബെറ്റർ കേട്ടോ. ഇത് പുളി ചേർക്കോ? അല്ലെങ്കിൽ ഇതിന് പകരം പുളി ചേർക്കോ? അച്ചാറിന് പുളി ചേർക്കില്ല, അപ്പോൾ വിനാഗറാണ് ബെറ്റർ ഗൈസ്. ഇനി നല്ലതുപോലെ നമ്മൾ തിളപ്പിക്കണം ഗൈസ്. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫിഷ് അതിനകത്തേക്ക് ഡംപ് ചെയ്ത് കൊടുക്കാം, അല്ലേ, തട്ടി കൊടുക്കാം. ഫിഷ് തിളച്ചു വരുമ്പോൾ നമുക്കിതാ മീൻ തട്ടി കൊടുക്കാം, ഫ്രൈ ചെയ്ത് വെച്ചത്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടാം കേട്ടോ. നമ്മൾ നേരത്തെ പിച്ചിയെടുത്ത കറിവേപ്പില, അല്ല ഒടിച്ചെടുത്ത കറിവേപ്പില. എൻ്റെ പൊന്ന് പാൽക്കപ്പേ, നിനക്ക് വേണ്ടിയുള്ള ആളിതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഗൈസ്. ഒന്നുകൂടെ എടുത്ത് കാണിക്കുമ്മ. ഇതാണ് ഗൈസ് നമ്മുടെ ആ മീനച്ചാറാണ് ഗൈസ് ഈ കാണുന്നത്. വെട്ടിയ വാഴയിലേക്ക് നമ്മൾ നമ്മുടെ അച്ചാർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ പാൽക്കപ്പ, നമ്മളല്ല അമ്മ ഉണ്ടാക്കിയ പാൽക്കപ്പ നമ്മുടെ കയ്യുകൊണ്ട്. പിന്നെ ഇതാ നമ്മുടെ നല്ല ചമ്പാവരി ചോറ് തട്ടുകയാണ് ഗൈസ്. എന്തരുത് പാമ്പാ, അങ്ങോട്ട് തട്ടാങ്ങാട്ട്. നമ്മുടെ പാൽക്കപ്പയാണ് ഗൈസ്. മീനച്ചാർ നമ്മൾ വെക്കുകയാണ്. ഇങ്ങനെ തട്ടിക്കോ. ഇങ്ങനെ ചെയ്യുവാലും എണ്ണയും പിണ്ണാക്കുമെന്ന് പറ പോവും. അമ്മേടെ മോള് കാണേണ്ട എന്നാണ് തീരാൻ പോണത്. എല്ലാവരും ആട്ടവും തീരും. അവൾ ആട് കൂടെ കിടത്. നമ്മുടെ സ്വന്തം പാൽക്കപ്പ, നമ്മളും പാർട്ട്ണറായിട്ട് ഇന്ന് ഉണ്ടാക്കിയ പാൽക്കപ്പ. എങ്ങനെയുണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ അച്ചാർ ഇങ്ങനെ കുറച്ച് എടുക്കുക. കുറച്ച് അച്ചാർ എടുത്തതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ പാൽക്കപ്പയിലിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം എൻ്റെ പൊന്ന് കായ്സേ, എന്നാ ഫോൺ പിടിച്ചാണ് ഞാൻ കാണിച്ചു കൊടുക്കട്ട്. എന്താ പൊന്നഴിയ